ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. സോ നിങ്ങളുടെ ഈസ്റ്റർക്ക് എവിടം വരെയായി? ഞങ്ങളെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ ഇന്ന് ഇവളുടെ ഒരു അങ്കിളിന്റെ അടുത്ത് വന്നേക്കുവാണ്. സോ ഞങ്ങൾ ഇന്ന് മുയലിറച്ചി വെക്കാൻ പോവാണ്. അതുകൊണ്ടാണ് ചുമ്മാ ഒരു വീഡിയോ ഒക്കെ എടുത്തേക്കാന്ന് വിചാരിച്ചത്. ഇവിടത്തെ കുറച്ച് വിശേഷങ്ങളും പരിപാടികളും വൈകുന്നേരം ശ്രമിക്കുന്നതായിരിക്കും എടുക്കാൻ. യെസ്, ഇന്ന് വൈകുന്നേരം രാത്രിയിൽ പള്ളിയിൽ പോകണം. രാത്രി കുർബാനയുണ്ട്. ഈശോ ഉയർത്തെഴുന്നേക്കുന്നൊക്കെ കാണാം. പിന്നെ അവിടെ എന്തൊരു പാർട്ടി ഉണ്ട്, മുട്ടയൊക്കെ കിട്ടും. സോ ഇപ്പം ഞങ്ങൾ മുയലിറച്ചി വെക്കാൻ പോകുന്നത് എടുക്കാം. പിന്നെ ആദ്യമായിട്ട് വെക്കുന്നതാണ്. പോയ അച്ഛൻ ഞങ്ങൾ ഇവിടുന്ന് പുറത്താക്കും. ഇഗാൽ. അപ്പം ഞങ്ങള് കുക്കിങ്ങിലേക്ക് കിടക്കാം. ഞങ്ങളുടെ മുയലിറച്ചി ഇവിടെ റെഡിയാണ്. എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ഒരു സേഫ്റ്റിക്ക് ഞങ്ങൾ ഇടയ്ക്ക് യൂട്യൂബിൽ വീഡിയോ ഒക്കെ കാണും. പച്ചമുളക്, ഇഞ്ചി, കരിവേപ്പില ഉണ്ടോ അതിനകത്ത്? ഉള്ളി ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ബാക്കി പൊടികളൊക്കെ എടുക്കും. ഇത് പുതിയൊരു ഗസ്റ്റ്. ഇപ്പോ ഫസ്റ്റ് മുളകിട്ടു. ഇത് ഞാനാണോ വെക്കണ്ടേ? ഞങ്ങൾ ഉള്ളി ഇടാൻ പോകണം. മുഴുവൻ ഇടണോ? പക്ഷെ ആ ചേച്ചിന്റെ ഉള്ളിൽ വേറെ ജില്ല അല്ലേ? നാട്ടിലായതുകൊണ്ട് മുഴുവൻ ഇടുവാണ്. കട്ട് ചെയ്യണേ. ഇവിടെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. വെരി ഗുഡ്. ഞങ്ങളുടെ ഉള്ളി ഇട്ട് കഴിഞ്ഞു. ഉള്ളിയല്ല, മറ്റേ മുളകിൻ്റെ ആയിരിക്കും അല്ലേ? മുളകിൻ്റെ ആയതുകൊണ്ടാണ് തോന്നുന്നു. ചുമയൊക്കെ ബാഗില് അവർക്ക് തുമ്മൽ പിടിച്ചു. ഞങ്ങളുടെ ഉള്ളി വാടിയിട്ടുണ്ട്. ഇനിയിപ്പം ചെറിയുള്ളിയും വെളുത്തുള്ളിയും കാന്താരിയും കൂടെ ചതച്ചത് ഇടാൻ പോവാണ്. ഇവിടെ ഒരാള് ഇന്ന് രാത്രിക്കത്തേനുള്ള ഉരുളക്കിഴങ്ങ് അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് പിന്നെ ഈസ്റ്ററിനുള്ള കറി ഞങ്ങൾ ഇന്നേ പ്രിപ്പയർ ചെയ്യുന്നതാണ്. പോരെ? സോ ഇനി ഇതൊരു 5 മിനിറ്റ് വാടുന്നവരെ വെയിറ്റ് ചെയ്യാം. ഓൾമോസ്റ്റ് എല്ലാം വാടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പൊടികളിടാം. സോ ആദ്യം വേണ്ടത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഗരം മസാല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കുരുമുളക് പൊടി. സോ ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിന് മുമ്പ് നമുക്ക് തീ കുറച്ച് വെക്കാം. സോ കണക്കൊന്നും ചോദിക്കരുത്, ആവശ്യത്തിന്. എത്ര ഇച്ചിരി കൂടിപ്പോയോ? ആദ്യം മഞ്ഞൾപ്പൊടി, ദെൻ മുളക്, ഒരു 2 ടീസ്പൂൺ, 1.5 ടീസ്പൂൺ മുളക്. നെക്സ്റ്റ് ഗരം മസാല ഒരു സ്പൂൺ. ദെൻ നമ്മുടെ കുരുമുളക് പൊടി ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇതിൻ്റെ ടേസ്റ്റ് വേണം നിൽക്കാനായിട്ട്. ഒരെണ്ണം ഇടാം, ഒരു ഇച്ചിരി കൂടെ ഇടാം. ഇതിന് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇച്ചിരിയുടെ മുകളിൽ വെക്കണം. സോ ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. സോ ഇപ്പം ഞങ്ങൾ ഇത് ഓൾമോസ്റ്റ് പൊടിയൊക്കെ ആയിട്ടുണ്ട്. ആ സമയത്ത് ഏതൊക്കെയാ പെരുംജീരകവും സാദാ ജീരകവും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ടിടണം. സോ ഇറച്ചി കാണുകയാണ്. ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങുമെന്നാണ് വീഡിയോയിലൊക്കെ കണ്ടത്. ഇപ്പോൾ ഒട്ടും വെള്ളം ഇല്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഇത്ര വെള്ളം ഒഴിക്കും. ഇടയ്ക്ക് മതി. സോ നമുക്കിനി ഇളക്കി കൊടുക്കാം. വേറെ സ്പൂൺ എടുക്കേണ്ടല്ലോ. അതല്ലേ എന്നിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കും. എല്ലാവർക്കും എത്തുന്ന പോലെ. എനിക്ക് ജസ്റ്റ് എല്ലാം കൂടെ ഇളക്കി കഴിഞ്ഞിട്ടൊന്ന് ജസ്റ്റ് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി മുകളിലിട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഉണ്ടാക്കാം.
സോ ഞാൻ പറഞ്ഞ പോലെ ഇതിനകത്തുനിന്ന് ഓൾമോസ്റ്റ് കുറേയൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം കാക്കി വെച്ചിട്ടുള്ള എന്തായിരുന്നു പെരുംജീരകവും ചെറുജീരകവും എത്ര വേണോ ഇട്ടേക്കാല്. സോ ഞാൻ ഇളക്കി കൊടുക്കാം. കുറച്ചുകൂടി കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം ഒരു കണക്കാണ് ഗൈസ്. ഇപ്പം ഓൾമോസ്റ്റ് ആകാറായിട്ടുണ്ട്. കുറച്ചുകൂടി വേണം. ഇതിനകത്തു നിന്നുള്ള വെള്ളമൊക്കെ ഓൾമോസ്റ്റ് ഇറങ്ങി വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൂടി വച്ചിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് റെഡിയാകും. ഇതാണ് ഇവിടുത്തെ ഹാള്. 81 പന്നിയിലാണ്. അവിടെയാണ് പള്ളി. സോ ഇന്ന് ഇവിടെ ആദ്യം ഒന്ന് കത്തിച്ചിട്ടല്ലേ, ഇവിടെ ആദ്യം തീയൊക്കെ കത്തിച്ചിട്ട് മെഴുകുതിരിയൊക്കെ ആയിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് പള്ളിയിലേക്ക് പോകുന്നത്. സെറ്റായി. ഉരുളക്കിഴങ്ങിൻ്റെ മെഴുകുതിരി ഇതായി. പിന്നെ മുയലിറച്ചി കറി സെറ്റായി. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്തു, അച്ഛനെ കൊണ്ട് ടേസ്റ്റ് ചെയ്തു, നല്ലതെന്ന് പറഞ്ഞു. എടുക്കാൻ പറ്റിയില്ല. ഓക്കെ. അങ്ങനെ സമയം ഇപ്പോൾ 7:45 കഴിഞ്ഞു. ഇപ്പം 8 മണിയാകുമ്പോഴത്തേനും ആൾക്കാരൊക്കെ വരും. ഞങ്ങളിനി പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. ശരിക്കും 8:30ക്കാണ് പരിപാടി തുടങ്ങുന്നത്. പക്ഷെ ഞങ്ങളോട് 8 മണിയാകുമ്പോഴത്തേനും ഇവിടെ എത്താൻ പറഞ്ഞിട്ടുണ്ട്. സോ ഞങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒരു എത്ര മണി വരെ കാണും? രാത്രി വരെ ഉണ്ടാവും. കുർബാന ഇനി പാർട്ടി ഉണ്ട്. ഒരു 11 മണിയല്ല, 10:30-11 മണി വരെ ഉണ്ടാവും. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉയർപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പാർട്ടി എന്ന് പറയാം. വൈനൊക്കെ കിട്ടും. വൈന്, ഈസ്റ്റർ കേക്ക്, പിന്നെ മുട്ട, പിന്നെന്താ അന്നെന്താ കഴിഞ്ഞ പ്രാവശ്യം ബ്രെഡൊക്കെ ഉണ്ടാവും. പിന്നെ കുറേ ചെക്കന്മാരുണ്ടാവും, കുറേ പെണ്ണുങ്ങൾ കാണും, പിന്നെ കുറേ അമ്മച്ചിമാർ കാണും. സോ നമുക്ക് കാണാം. ഞങ്ങൾ പള്ളി വന്നിട്ട് എല്ലാവരും ഓരോ തിരി വാങ്ങിക്കണം. ആദ്യം അവിടെ തിരിയൊക്കെ അച്ഛൻ വന്ന് പ്രാർത്ഥിച്ചിട്ട് കത്തിച്ചിട്ട് പിന്നെ എല്ലാവർക്കും ഇതിൽ കത്തിച്ച് തരും. എന്നിട്ട് എല്ലാവരും ലൈനായിട്ട് പള്ളിയിലേക്ക് കയറും. എല്ലാവരും വന്നു തുടങ്ങി. പള്ളി unserem Gottesdienst am Hochfest der Auferstehung des Herrn. Danke, dass Sie gekommen sind. In der Osternacht ist unser Herr Jesus Christus vom Tode. Christus ist glorreich auferstanden vom Tod. Sein Licht vertreibe das Dunkel der Herzen. Nun aber führst du alle Völker durch das Wasser der Taufe zur Freiheit. Gib, dass alle Menschen hinter Abrahams Wörtern und zur Würde des auserwählten Volkes gelangen. Darum bitten wir durch Christus unseren Herrn. Amen. ഇതാണ് വൈൻ. ഗൈസ്, ഇതാണ് ഞങ്ങൾ പറഞ്ഞ വൈൻ. ടേസ്റ്റ് ഉണ്ടാ? കുടിച്ചാ? ഏത് നല്ല ടേസ്റ്റ് ഉണ്ട്.
ഞങ്ങള് എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പം ഞങ്ങൾ വീട്ടിൽ പോവാം. ബാക്കി 2 പേര് വരാനുണ്ട്. അവർ വരും, അച്ഛനൊക്കെ വരും, ആൾക്കാരൊക്കെ പോകുന്നേ ഉള്ളൂ. അപ്പം ഞങ്ങൾ സ്റ്റാർട്ടിൽ പോയി. അതെൻ്റെതാണ്. ഞങ്ങൾ പോയിട്ട് ഇനി നാളെ ഒരച്ഛനും കൂടി ചിലപ്പം വരുമായിരിക്കും. അപ്പം നാളെ ഫുഡ് കഴിക്കാനൊക്കെ വീഡിയോ എടുത്തിട്ട് കാണാം. ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്, ബൈ. ഗുഡ് മോർണിംഗ്. ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പം ഇന്നലത്തെ ബാക്കി ഇന്ന് എല്ലാവരും രാവിലെ എണീറ്റ് ചായയൊക്കെ കുടിച്ച്. ഇനി എന്താ പരിപാടി? ഇന്നെന്താ പരിപാടി? ഇന്ന് ഫുഡ് അടി തന്നെയാ. ഇന്നലെ ഇവരെല്ലാരും ഫുഡൊക്കെ റെഡി ആക്കിയിട്ടുണ്ടെന്നാ പറഞ്ഞേ. അച്ഛന്റെ വക ചിക്കൻ കറി ഉണ്ട്. പിന്നെന്താണ്? പിന്നെ വലത്തുണ്ട്, മീൻകറി ഉണ്ട്, ചോറുണ്ട്. ചോറുണ്ട്. പിന്നെ നമുക്ക് രാവിലെ കുടിക്കാൻ കാപ്പി ഉണ്ട്. കാപ്പിക്ക് മുട്ടയുണ്ട്, മുട്ടയ്ക്ക് ബ്രെഡ് ഉണ്ട്. ഞാൻ കണ്ടില്ല. സലാമി ഉണ്ട്, കേസി ഉണ്ട്. ഇനി ഞാൻ എവിടെ കയറ്റും? വേണ്ട. ഈസ്റ്റർ ആയതുകൊണ്ട് തന്നെ ഉച്ചക്ക് നന്നായി വെയിറ്റ് വീഴുങ്ങാന്ന് വിചാരിച്ചു. ഫസ്റ്റ് കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പവും ചിക്കൻ കറിയും. കാണിച്ചു തരാം. ഫസ്റ്റ് അപ്പം, കോഴിയിറച്ചി, ചോറ്, ഇതെന്നാ മീൻകറി, മുയലിറച്ചി, മോര്, പയറും ക്യാരറ്റും ഇട്ട തോരൻ, പിന്നെ അച്ചാറ്, കുപ്പി എന്തത് വൈനല്ലേ? ഡ്രോക്കൻ, ഹാൽബർട്ട് റോക്കൻ. എത്ര പെർസെന്റേജ്? നോക്കി അതിനകത്ത് ബാറ്ററി 50% ആൽക്കഹോളാ. സോ ഹാപ്പി ഹാപ്പി ഈസ്റ്റർ. ഹാപ്പി ഈസ്റ്റർ. ഹാപ്പി ഈസ്റ്റർ. മിക്കവാറും ഒന്നും വരില്ല. എല്ലാരും കൂടി ഇങ്ങനെ ക്യാമറ എവിടെ? കമോൺ. ആൻസി കറക്റ്റ് ആയിട്ട് അറിയാം പൊന്തോ ഇല്ലയോ. അതെ, ഞാൻ പറഞ്ഞ മീന്, മോര്, മുയല്. അപ്പൊ നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇപ്പൊ പാത്രം കഴുകുക. അപ്പൊ അവസാനമായിട്ട് എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ.